ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടിപൊളി തക്കാളിക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ ചട്നിയും സാമ്പാറും ഉണ്ടാക്കി മടുത്തവർക്ക് എന്താണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഞാൻ അവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുകും കൂടി ചേർക്കാം. ഇപ്പോൾ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കണം. അപ്പോൾ ഞാൻ 5 തക്കാളി എടുത്തിട്ടുണ്ട്. അത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ തക്കാളി പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു അരപ്പും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ തക്കാളി അരച്ച ജാറിലേക്ക് തന്നെ ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം നമ്മളുടെ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു 4 ചെറിയുള്ളിയും അതുപോലെ 4 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് 3 ഏലക്കയും അതുപോലെ തന്നെ 2 ചെറിയ പട്ടയും ഒരു 3 ഗ്രാമ്പും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച അരപ്പും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ആ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറി ഇപ്പോൾ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിള വരുന്ന വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റാണ്. നമുക്ക് അപ്പത്തിനാണെങ്കിലും ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചട്നിക്കും സാമ്പാറേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കും അറിയിക്കണേ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മല്ലിയിലയും കൂടി ഇടുമ്പോൾ അതിന് നല്ലൊരു മണമാണ് കേട്ടോ കറിക്ക്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.